ചെറുപുഴകൾ ഒരു സാഗരത്തിലേക്ക് എത്തുന്നത് പോലെ ആലപ്പുഴയിലെ ചെറിയ വഴികളിലൂടെ എല്ലാം നടന്നെത്തിയ മനുഷ്യർ ഈ വീട്ടിലേക്ക്, ഈ എസ് അച്യുതാനന്ദൻ ജീവിച്ച വേലിക്കകത്തെന്ന ആ കോമ്പൗണ്ടിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ജനസാഗരമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചെറുപുഴകൾ പോലെ ജനങ്ങൾ ഒഴുകിയെത്തുന്നു. VS എന്ന മഹാസാഗരത്തിലേക്ക് അവരെല്ലാം ലയിച്ചു ചേരുന്ന ആ കാഴ്ചയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഈ ജനങ്ങളെ, VSനെ ഇത്രയേറെ സ്നേഹിക്കുന്ന മനുഷ്യരെ നിയന്ത്രിക്കുക എന്നത് അത്ര എളുപ്പമല്ല. എത്ര വരികളിലായാണ് അവർ കാത്തു നിൽക്കുന്നത്. ആലപ്പുഴയിൽ നമ്മൾ ഇങ്ങനെ ആളുകളെ കാണാറുണ്ട്. ചില ദൃശ്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. പാർട്ടി സമ്മേളനം നടന്നപ്പോഴൊക്കെ ഇതുപോലെ ചെങ്കൊടികൾ നീന്തി വന്ന ആളുകൾ ആലപ്പുഴയുടെ വഴികൾ മുഴുവൻ നിറയുന്നത് ആ കാഴ്ച കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതാ ചെങ്കൊടി ഏന്തി മുദ്രാവാക്യം വിളിച്ച് ആളുകൾ വരുന്നു. അവർ കണ്ട ഏറ്റവും വലിയ വിപ്ലവ നായകനെ, സമര സൂര്യനെ യാത്രയയക്കാനായി അവരെല്ലാം ഒന്നിച്ചെത്തുകയാണ്. ചെറിയ വഴികളിലൂടെ വന്ന് അതൊരു കടൽ പോലെയാവുന്നു. ജനങ്ങളുടെ കടൽ, VSനെ സ്നേഹിക്കുന്നവരുടെ കടൽ പോലെ അതിങ്ങനെ പരന്നു കിടക്കുകയാണ്. ഇന്ന് ആലപ്പുഴ നഗരം മുഴുവൻ ഏതാണ്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവസരമൊരുക്കി പിന്നീട് കൊണ്ടുപോകുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ്, P കൃഷ്ണപിള്ള മന്ദിരത്തിലേക്കാണ്. VSന്റെ രാഷ്ട്രീയ ഗുരുനാഥനാണ് P കൃഷ്ണപിള്ള. രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ചു കൊണ്ടുവന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ സ്മാരകത്തിലേക്ക്, പിന്നെ അവിടെ നിന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്, VSന്റെ എത്രയോ പ്രസംഗങ്ങൾ ഉയർന്നു കേട്ട ആലപ്പുഴ കടപ്പുറം, അവിടെ VSനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അവിടെ കടപ്പുറത്തോട് ചേർന്നുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷമാണ് വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു. വളരെ കൃത്യമായി തന്നെ സജ്ജീകരിച്ചിരുന്നു അകത്തേക്ക് കടക്കേണ്ട വഴിയും പുറത്തേക്ക് പോകേണ്ട വഴിയും ഒക്കെ. പക്ഷേ ഇങ്ങനെ പുഴകളായി ഒഴുകിയെത്തി അവിടെ ഒരു സാഗരമായി മാറിയ മനുഷ്യരെ നിയന്ത്രിക്കുക അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അതാണ് പ്രശ്നം. അതായത് പരിമിതികളുണ്ട്. വേലിക്കകത്ത് വീടിനാണെങ്കിലും CPM DC ഓഫീസിനാണെങ്കിലും ആളുകളെ ഉൾക്കൊള്ളുന്നതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നേരത്തെ മുമ്പ് തന്നെ പാർട്ടി നേതൃത്വം അത്തരത്തിലൊരു അറിയിപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് പരമാവധി ആളുകൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വരിക, അവിടെ എല്ലാവർക്കും കാണുന്നതിനുള്ള ക്രമീകരണങ്ങൾ, വലിയ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്, അവിടെ വെച്ച് കണ്ട് മടങ്ങാനാകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു സംവിധാനത്തെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. കാരണം വേലിക്കകത്ത് വീടിനും DC ഓഫീസിനും ആ പരിമിതികളുണ്ട്. അത് സ്പേസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്നും കണ്ട് ഇറങ്ങുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. അത് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ആളാണ്. VSന്റെ ജീവിതത്തിൽ VS അതൊന്നും ഒരു കാര്യമായി എടുത്തിട്ടുമില്ല. അദ്ദേഹത്തിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെ VSനെ കാണാനായി ആഗ്രഹിച്ച് ാണ്. ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇത്രമേൽ തിക്കും ഇത്രയേറെ ആളുകൾ ഒന്നിച്ചെത്തുന്ന ഒരു സ്ഥലം, അതിൻ്റേതായ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് നെറ്റ്വർക്ക് ഉൾപ്പെടെ, ഫോണിൻ്റെ നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ടുകൂടിയാണ് വരുന്നത്. ആ വഴികളിലേക്ക് നോക്കൂ, ഇനി അവിടെ ഒരു മണൽത്തരിക്ക് പോലും വീഴാനിടം ഇല്ലാത്ത വിധത്തിൽ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇവരൊന്നും അവഗണിക്കാൻ കഴിയില്ല. കാരണം ഇവരൊക്കെ
ഇന്നലെ രാത്രി തൊട്ടൊക്കെ അവിടെ കാത്തു നിൽക്കുന്ന എത്രയോ പേരുണ്ട്. ആദ്യഘട്ടത്തിൽ നമ്മൾ ആ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് കണ്ട ആളുകളൊക്കെ ഇന്നലെ രാത്രിയോടെ എത്തിയവരാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു കൂടിയ ആളുകളെയാണ് നമ്മൾ ഈ കാണുന്നത്. രാത്രി 10 മണിയോടെയെങ്കിലും ഈ വീട്ടിലേക്ക് VS-നെ എത്തിക്കണമെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. പക്ഷേ അത് വൈകി ഏതാണ്ട് അർദ്ധരാത്രി കഴിയുമെന്നായി, പുലർച്ചെയായി. ഇപ്പോൾ ഇത് ഏതാണ്ട് 12 മണിയോടെയാണ് VS-നെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയക്രമവും കയ്യിൽ നിന്ന് പോവുകയാണ്. അത്തരം സമയക്രമങ്ങളൊന്നും VS-ൻ്റെ കാര്യത്തിൽ പാലിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം കാത്തു നിൽക്കുന്നത് VS-നെ സ്നേഹിക്കുന്നവരാണ്. അവർക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാതെ, അതിനുള്ള അവസരമൊരുക്കാതെ എങ്ങനെയാണ് VS-നെ കൊണ്ടുപോകാൻ കഴിയുക? VS ഏറ്റവും സ്നേഹിച്ചത് ആളുകളെയാണ്, സാധാരണക്കാരായ മനുഷ്യരാണ്. ആ സാധാരണക്കാരാണ് ആ ആൾക്കൂട്ടത്തിൽ മുഴുവനുള്ളത്. ജാതി മത വർഗ ഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ VS എന്ന 2 അക്ഷരത്തെ മാത്രം മനസ്സിൽ കരുതി VS-നെ ഒന്ന് കാണാൻ ഇടയ്ക്കൊരു ഫ്രെയിമിൽ കണ്ടു. 2 കുഞ്ഞു റോസാപ്പൂക്കളും ഏന്തി ഒരു സ്ത്രീ നിൽക്കുന്നത്, കുഞ്ഞു മുഷ്ടികൾ, ചെറിയ റോസാപ്പൂക്കൾ. ഇതൊക്കെ VS-നോടുള്ള ആളുകളുടെ സ്നേഹമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. ഒരു വശത്ത് പാർട്ടി ഓഫീസിലെല്ലാം തയ്യാറെടുപ്പും പൂർത്തിയാക്കിയിട്ടുണ്ട്. VS വാങ്ങി, VS പണി കഴിപ്പിച്ച, VS-ൻ്റെ മേൽനോട്ടത്തിൽ പണി കഴിപ്പിച്ച P. കൃഷ്ണപിള്ള സ്മാരക മന്ദിരം, ആലപ്പുഴയിലെ പാർട്ടിയുടെ കേന്ദ്രമാണത്. അവിടെ നിന്ന് തുടങ്ങിയ ആളാണ് VS. അവിടേക്ക് VS-നെ അല്പസമയത്തിനകം എത്തിക്കാനാണ് ആലോചിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഈ കാത്തു നിൽക്കുന്ന മനുഷ്യർക്കൊക്കെ ഓരോ അവസരം കൊടുത്തിട്ട് വേണമല്ലോ അവിടെ നിന്ന് ഇറക്കാൻ. അതുകൊണ്ട് തന്നെ അതൊരു ദീർഘനേരം നീണ്ടു നിൽക്കുന്ന എന്നതിൽ സംശയമില്ല. ചുമട്ട തൊഴിലാളികൾ, സാധാരണക്കാരായ കയർപിരി തൊഴിലാളികൾ, അങ്ങനെ VS-നെ VS-ആക്കി മാറ്റിയ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലെ ആളുകളൊക്കെ അവിടെ ആ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തി VS-നെ അവസാനമായി കാണുകയാണ്. തൊഴിലാളികളെ സംഘടിപ്പിച്ച് തുടങ്ങിയ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ VS എത്തിച്ചേർന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെയുള്ള ഉത്തരവാദിത്വങ്ങളിലേക്കാണ്. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്ത്, അത്തരം ഭരണപരമായ ചുമതലകൾക്കപ്പുറത്ത് കേരളത്തിൻ്റെ കാവലാളെന്ന് ജനം കരുതി VS-നെ. അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ പൊരുതാൻ ഒരു കാവലാളുണ്ട് കേരളത്തിന് എന്നൊരു ധൈര്യം എത്രയോ വർഷമായി കേരളം കൊണ്ടു നടന്നു. അത് 2 അക്ഷരങ്ങളായിരുന്നു, VS. ഞങ്ങളാണ് ശരി എന്ന് VS-നെ തെരഞ്ഞെടുത്ത ജനം. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മറ്റാരെങ്കിലും ഉണ്ടാവുമോ അങ്ങനെ? ജനങ്ങൾ തെരഞ്ഞെടുത്ത്, ജനങ്ങളുടെ നിർബന്ധപ്രകാരം മാത്രം ഈ നാടിനൊരു മുഖ്യമന്ത്രി ഉണ്ടായ ചരിത്രം VS-ന് മാത്രം സ്വന്തമാണ്. ആ ചരിത്രം എഴുതി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഒന്നിച്ചു പറഞ്ഞു, VS, ഞങ്ങളാണ് ശരി, VS ആണ് ശരി എന്ന് പറഞ്ഞു. അതൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കാലത്തും രേഖപ്പെടുത്തിയിട്ടുള്ള അധ്യായങ്ങളാണ്, തിളങ്ങുന്ന അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയ അധ്യായങ്ങളാണ്.